ഞങ്ങളെ നാട്ടിൻപുറത്തുകാരെ ഒരു അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ. ഈ ഒരു പുഴയും കാര്യങ്ങളൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ് പുഴയിൽ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പാത്രം കഴുകലും നമ്മളെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഴയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തുണികളുണ്ടെന്ന് അലക്കാൻ. പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസം കൂടിയാണ്. അപ്പം ഓരോ ഉണ്ട് കൂടെ. ഹൈഫ് കുട്ടിയാണ് കേട്ടോ എൻ്റെ കൂടെ പുഴയിൽ പോന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കല്ലുമ്മ ഇരുന്നാണ് ഇങ്ങനെ കാലൊക്കെ വെള്ളത്തിലിട്ട് അടിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു. വൈഫ് കുട്ടിനെ കുളിപ്പിച്ചു കൊടുത്തും ചെയ്തു. അതൊക്കെ കഴിഞ്ഞത് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന തുണികൾ അവിടെ തന്നെ വെച്ചേക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചോറിന് കൂട്ടാണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ബീഫാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ബീഫൊക്കെ ഞാൻ പോയപ്പോൾ തന്നെ കഴുകി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ തന്നെ അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ചോറ് പിന്നെ രാവിലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ആയിട്ടാണ് നമ്മൾ പുഴയിൽ പോയത്. പിന്നെ ഇതിക്കുള്ള ചെറിയുള്ളിയൊക്കെ മക്കളോട് തൊലി കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മഞ്ജുമോള് ചെറിയുള്ളിൻ്റെ തൊലിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേഗം അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ബീഫ്. അപ്പോൾ ഞാൻ ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം പെരിഞ്ചീരകം ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സവാള ചേർക്കണില്ല, ചെറിയുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, ഇത്രയും മസാലകളാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തു. ഇനി തക്കാളി നല്ലോണം വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ മസാല ഉണ്ടാക്കി വെച്ചല്ലോ, ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആ ഒരു പാത്രം ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളമായി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ബീഫ് വെച്ചാൽ, എളുപ്പമാവും ചെയ്യും. പിന്നെ കുക്കറിലാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വെള്ളം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഉപ്പും ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 വിസിലും അടുപ്പിക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിലും അടുപ്പിച്ചാൽ അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു നോക്കിയാൽ ബീഫ് കറക്റ്റ് വേവേക്കാറ് കേട്ടോ. അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ചതിന് ശേഷം പുഴയെന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടൊക്കെ വന്നിട്ടോ. ഇനിയിപ്പോൾ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കാണിച്ചതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മോരാണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ അതാവും. ഇതൊക്കെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ ചേർക്കണില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് മോര് മിക്സിൻ്റെ ജാലിട്ടിട്ട് അടിച്ചിട്ട് അതായിക്ക് ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, ഉപ്പ് ഇട്ട് കൊടുത്തു, അത്ര ഉള്ളൂ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും. അങ്ങനെ മോരുകറിയായി. പിന്നെ ബീഫൊക്കെ വന്നിട്ടുണ്ടായിട്ട് അതിന് കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പം കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചാൽ വെള്ളമൊക്കെ വറ്റിക്കോളും. ഇനി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഉഷാറാവും. അപ്പോൾ അങ്ങനെ ബീഫും അതേപോലെ തന്നെ മോരുകറിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്